പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സ്ഥലം നമുക്ക് പരിചയമുള്ളതാണല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ടൊക്കെ കാണുന്ന ഒരു പക്ഷേ അറിയില്ല. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതി വരെ 5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനെൻ്റെ പൗരോഹിത്യം ചെയ്തു 18 വർഷത്തിന്, ഏതാണ്ട് 18 വർഷമായില്ലേ. ഒരൊറ്റ സ്ഥലങ്ങളിലും 5 വർഷവും ഞാൻ 3 വർഷം പോലും അടുപ്പിച്ചിട്ടുണ്ടായിട്ടില്ല. സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ മാത്രമാണ് 5 വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും വരാനും നമ്മുടെ മിനിസ്ട്രിയുടെ വണ്ടിയൊക്കെ വെഞ്ചിരിക്കാനും അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ ഒരു ഭയങ്കരമായ ഒരു പ്രചോദനമായിരുന്നു. അവിടെ ഗ്രോട്ടോയുടെ മുമ്പിൽ, പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിലൊരു ഗ്രോട്ടോയുണ്ട്. അപ്പോൾ ഗ്രോട്ടോയുടെ മുമ്പിൽ മാതാവിൻ്റെ സന്നിധിയിൽ കുറേ മണിക്കൂറുകൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക്. അപ്പോൾ ആ ഗ്രോട്ടോയുടെ മുമ്പിലിരുന്ന് അത് വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കണമെന്നൊരു ഭയങ്കരമായൊരു ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബേബി പോൾ മാഷും സംസാരിച്ച് പെട്ടെന്നാണ് ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ജിബിച്ചനോട് ജസ്റ്റ് പറഞ്ഞായിരുന്നു, ഇപ്പോഴത്തെ ഡയറക്ടർ അച്ഛനാണ്, അച്ഛനോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാം 1-2 കാര്യങ്ങളൊക്കെ ക്യാൻസലായത്, കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വഴി കർത്താവ് ക്രമീകരിച്ച് ഇന്ന് നേരെ ഇവിടെ ഉച്ചയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് വെഞ്ചരിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ഹോളാണ്, ജീവിച്ച് വന്നതിന് ശേഷം ഹോളിൽ കുറേ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു അനോയിൻറ്റിങ് ഈ ഹോളിലുണ്ട്. എല്ലാ മാസവും നമുക്കിപ്പോൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നമ്മുടെ താമസമുള്ള ധ്യാനങ്ങളും വൺഡേ റിട്രീറ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ഭയങ്കരമായൊരു ആനന്ദവും സന്തോഷമൊക്കെ വീണ്ടും എനിക്ക് ഈ ഒരു നവീകരണത്തിന് അതിശക്തമായ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ദേശത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഇടമാണ് സെൻറ്റ് മേരീസ് ആലയം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 41:10. ശുശ്രൂഷകരെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ് നമുക്കറിയാം. ഈ പെരിങ്ങോട്ടുകര, ചാത്തനും ആൾക്കാരൊക്കെ ആയിട്ടുള്ള ശരിക്കൊരു യുദ്ധമാണ്. അപ്പോൾ ശുശ്രൂഷകർക്ക് അറിയാം ഇച്ചിരി പീഡയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഈ ശുശ്രൂഷകർ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രകടമായൊരു ധീരത, ഒറ്റയ്ക്കാണെങ്കിലും അതിനെ ശരിക്കും തച്ചുടയ്ക്കാനുള്ളൊരു അഭിഷേകം കർത്താവ് തിരുവചനത്തിലൂടെ കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 5 വർഷം എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ചിലപ്പിച്ചിരി ഭയപ്പെട്ടാൽ പോലും അവർ ശരിക്ക് ശക്തിയോടുകൂടി ആ വചനത്തിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ച്, ആ വചനമാണ് 41:10. പ്രിയമുള്ളവർ, ഈ വചനത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് അതിനേക്കാളും ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളത്. അവിടെ വചനം പറയാണ്: എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അതായത് സ്വർഗം പറയാണ്, എൻ്റെ വലത് കൈ കൊണ്ട് കുഞ്ഞെ ഞാൻ നിന്നെ താങ്ങാനായിട്ട് റെഡിയാടി. പിന്നെ നീ പ്രിയ സഹോദരങ്ങളെ, പിന്നെ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ട്രസ്റ്റ് ഇൻ ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവഗ്രഹണം, അതായത് ദൈവം മറയ്ക്കപ്പെട്ടു പിശാചിനാൽ, ലോകത്തിൻ്റെ സുഖങ്ങളാൽ ദൈവം മറയ്ക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ സ്വർഗം പറയാണ്, എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മളൊരു ടെൻഷൻ വരുമ്പോൾ ഈ വചനം പറയുക. 41:10. ഏതാണ് വചനം? യെശയ്യാ 41:10. വചനം നമുക്ക് ഒരുമിച്ച് പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇത് കർത്താവിൻ്റെ വചനമാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമേ, ഈ സെൻറ്റ് മേരീസ് ആലയത്തിൽ നാളിതുവരെ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് നിലവിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ അഭിഷേകങ്ങളും ഈ ആശീർവാദം സ്വീകരിക്കുന്ന മക്കളിൽ ഉണ്ടാകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.